പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവായ ഈശോ മിശിഹായേ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താലാണല്ലോ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ വിശുദ്ധമായ രക്തം അങ്ങയുടെ മുൾക്കിടത്തിനൊഴുകുന്ന വിശുദ്ധമായ രക്തം തലവേദന അനുഭവിക്കുന്നവരുടെ ശിരസിലേക്ക് കൊടുക്കണമേ. അങ്ങയുടെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളുടെ വിശുദ്ധ രക്തത്താൽ കരചരണങ്ങളിലെ രോഗപീഠ അനുഭവിക്കുന്നവരെ അങ്ങ് പൂശണമേ. യേശുവിന്റെ നാമത്തിലെ വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, വെരിക്കോസ് രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, തലവേദനകള് യേശു നാമത്തിലെ സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അവന്റെ അസ്ഥികളൊന്നും അവർ നുറുക്കിയില്ലെന്ന് അനുസ്മരിച്ചുകൊണ്ട്, ആ വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അസ്ഥിക്കുഴകളിലെ വേദനയുള്ളവരെ, നീരുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി ഉരുകുന്നവരെ യേശു നാമത്തിലെ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായവൻ നൽകിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 മെസ്സേജ് ഉണ്ട്. ഒന്ന്, ഈ പിൻകഴുത്തിന് താഴെയുള്ള സ്ഥലങ്ങൾ വാട്സാപ്പിന് കാണിച്ചാൽ അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കശേരികൾ എന്ത് ഇളകിയിരിക്കുകയോ അത് നുറുങ്ങിയിരിക്കുകയോ അതുപോലെ തന്നെ അവിടെ നീര് കെട്ടിക്കിടക്കുകയോ മരവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവരും പിൻകഴുത്തിനും മുതുകിനും മുകളിലുള്ള സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗികളും ഇപ്പോഴ് പതകിനെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നടുവിന് വേദനയുള്ളവര്, നടുവിന് കശേരികള് ഇളകിയവര്, മുതുകിന് മരവിപ്പുള്ളവര് യേശു നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ കോവിഡ് ബാധിച്ചവരും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ക്വാറന്റൈൻ താമസിക്കുന്നവരും പോസിറ്റീവാകാൻ സാധ്യതയുണ്ടെന്ന് ശരീരത്തിൻ്റെ ശ്വാസമണ്ഡലം കൊണ്ട് തിരിച്ചറിയുന്നവരും പനി മാറാത്തവരും നെഞ്ച് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് ഈ നിമിഷം നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കോവിഡ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ക്വാറന്റൈൻ താമസിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ രോഗികളെ, വലിവ്, ശ്വാസമുട്ടല്, ആസ്മ രോഗികളെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ നെഞ്ചകം കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലെ ശ്വാസകോശ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ
സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. മക്കളെ, ഉദര രോഗികൾ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അൾസർ രോഗികൾ PCOD രോഗികൾ, പിസ്തുല രോഗികൾ എല്ലാം അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കൾ ഇല്ലാത്തവർ അടിവെച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസിന് കേടുള്ളവർ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നിങ്ങളുടെ ഉദരങ്ങളെ സ്പർശിക്കുന്നതാണ്. ഉദരത്തിൻ്റെ കുഴപ്പം കാരണം ഉറക്കമില്ലാത്തവർ, ഉദരം തട്ടിവീർത്തവർ, മഹോദ രോഗികൾ, കരൾ രോഗം മൂലം ഉദരം തട്ടിവീർത്തവർ, എങ്ങനെ ഉദര സംബന്ധമായ മുഴുവൻ രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കട്ടെ. അമ്മമാതാ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന നിമിഷമാണ്. കർത്താവെ അനേകായിരം മക്കളെ അങ്ങ് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. കർത്താവെ ഇപ്പോഴും ഉദര രോഗികൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെ തിരുമുറുപാടുന്ന വരതുകരം അണിപ്രധാന അത്ഭുതകരത്ത് കർത്താവെ വയറിനെ സ്പർശിക്കണമേ. കർത്താവെ അൾസർ രോഗികൾ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ ഉദരരോഗങ്ങൾ സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ആസ്മ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, XLE രോഗികൾ, അപസ്മാര രോഗികൾ, മാനസിക രോഗികൾ, മനസ്സംബന്ധമായി ഡിപ്രഷൻ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാൻ പറ്റാത്തവർ, ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്തവർ മക്കൾക്ക് വേണ്ടി, ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മാനസിക രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഈശോ ഉള്ളംകാലം ഉച്ച വരെ കർത്താവെ, ദഹന്തുകൾ തൊട്ട് ശിഖ വരെ കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി അടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പാപമില്ല. അഭിഷേകമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, തകർന്ന കുടുംബങ്ങളെയാണ് ഈശോ കാണിച്ചു തരുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇനി ഒരിക്കലും ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മക്കളെ ഓർത്തിട്ടാണ് ജീവിക്കണത്. ഇനിയിപ്പോൾ അതും അടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് അകന്നുപോയ കുടുംബങ്ങളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ ആരാധന അതിമനോഹരമായ നിമിഷമാണ്. കർത്താവ് നിങ്ങളുടെ വേദന കാണുന്നു, നിങ്ങളുടെ കുടുംബം തകരുന്നത് കാണുന്നു. ഇപ്പോഴേ കർത്താവെ അങ്ങ് കാണിച്ചു തരുന്ന കുടുംബങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, അകന്നുപോയ കുടുംബങ്ങൾ, മക്കൾ തെറ്റായ ബന്ധത്തിൽ അകപ്പെട്ടു പോയവർ, കേസിൽ, വഴക്കിൽ, അതിർത്തി തർക്കങ്ങളിൽ എല്ലാം അകപ്പെട്ടു പോയവർ, കർത്താവെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കാരണവുമില്ലാത്ത രീതിയിൽ ജീവിതം നിരർത്ഥകമായി പോയ മാതാപിതാക്കന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന
കർത്താവെ അവരുടെ അങ്ങയുടെ വിശുദ്ധമായ വരത്തുകരം ആ കുടുംബങ്ങളെ തളിക്കണമേ, സ്പർശിക്കണമേ. ഈശോ, നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കണം. നല്ല കർത്താവ്, നിന്റെ നാമത്തെ കർത്താവ് ആ കുടുംബത്തിന് അടുത്തറിയുന്ന കർത്താവ്, അങ്ങനെ അഭിഷേകത്തിന് അടിയൻ കർത്താവ് സമാധാനം ആശംസിക്കുന്ന യേശുക്രിസ്തു നാമത്തിൽ സമാധാനം ആശംസിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന് കൃപ നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നീ അഭിഷേകമേ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. അഭിഷേകമേ, നീ അഭിഷേകമേ, നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയിൽ സ്തുതിയിൽ പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഭയങ്കര സംഘർഷത്തിലൂടെ പോവുകയാണ്. കാരണം ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പലർക്കും മൊബൈലില്ല, പലർക്കും ടി വി ഇല്ല. അപ്പോഴേ കുഞ്ഞുങ്ങൾ തന്നെ വിദ്യാഭ്യാസത്തിൽ ഭയങ്കര ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷ എഴുതിയതിന് ശേഷവും ഇപ്പോഴേ വീണ്ടും റീടെസ്റ്റ് വന്നിരിക്കുന്നു. കൊറോണ വ്യാപകമായി പോകുമ്പോഴും നമ്മൾ ഒരു വലിയ വിഷമസന്ധിയിൽ പൊതുജീവിതം സ്തംഭിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി കർക്കശ്യമാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടിൻ്റെ എന്ത് ചെയ്യണമെന്ന് ജീവിതത്തിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരു കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കൊറോണയും അതോട് ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ ജീവിത തകർച്ചകളും യേശുക്രിസ്തു നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മൗന പ്രാർത്ഥനയുടെ സമയമാണ്. അവസാന ആശീർവാദം, സമാപന ആശീർവാദത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോഴ് അച്ഛൻ ഇവിടെ സൂചിപ്പിക്കാത്ത എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ നിയമങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ. ആവേ, ആവേ, ആവേ
സ്നേഹമുള്ളവരെ, ചെമ്പനാഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഇവിടെ ഫെബ്രുവരി 15 വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ മകൻ ഈ നിൽക്കുന്ന സെബാസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടിയെടുത്തത്. ഈ മകൻ ചെമ്പിപ്പള്ളിയിലെ കപ്പ്യാരായി ശുശ്രൂഷ ചെയ്യുകയാണ്. ചെമ്പിപ്പള്ളിയുടെ അടുത്ത് വെച്ച് ഒരു ബൈക്ക് അതിസ്പീഡിൽ വന്ന് സൈഡിൽ നിന്ന് ഇവനെ ഇടിച്ചു തെറിപ്പിക്കുകയും ഇവൻ തലയടിച്ച് തലകുത്തി ആ റോഡിൽ വീഴുകയും ബോധം പോകുകയും ചെയ്തു. മറ്റുള്ള എല്ലാവരും ഓടിയെത്തി അവനെ എടുത്തുകൊണ്ട് ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എത്രയും പെട്ടെന്ന്. എന്നാൽ അവന് സംസാരിക്കാനോ കൈകാലുകൾ അനക്കാനോ അവന് കഴിഞ്ഞില്ല, കണ്ണ് തുറന്നിരുന്നിരുന്നില്ല. ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ അവനെ CT സ്കാൻ എടുക്കുകയും അവനെ തല ഓട് പൊട്ടിയിട്ടുണ്ടെന്ന് പോലെ ആകൃതിയിൽ പൊട്ടിയിട്ടുണ്ടെന്നും ഇവിടെ തുറന്നിരിക്കുകയാണെന്നും ഡോക്ടർ സ്കാനിങ്ങിലൂടെ ഞങ്ങളോട് പറഞ്ഞു. ബ്ലഡ് ബ്ലീഡിംഗ് ഉണ്ട്, തലയിൽ നീർക്കെട്ടിലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അവന് എത്രയും പെട്ടെന്ന് അവൻ്റെ ഭാര്യയെ അറിയിക്കാൻ പറഞ്ഞു. അവൻ്റെ ഭാര്യ ഇസ്രായേലിൽ വേല ചെയ്യുകയായിരുന്നു. അങ്ങനെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് മെസ്സേജ് അയക്കുകയും ഇസ്രായേലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ ചെമ്പനാഗിരി ഇൻഡോ മെരീൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഈ ഒരു വശം തളർന്നു പോവുകയും അവനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞു. മാത്രമല്ല 6 ആഴ്ച മുതൽ 12-16 ആഴ്ച അവൻ വെൻറ്റിലേറ്ററിൽ കിടക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് അവിടെ നട്ടം തിരിഞ്ഞു നിന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ ഒത്തിരി വാരിക്കൂട്ടുകയും ചെയ്യുന്ന മക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഫെബ്രുവരി 11 അവൻ മരിച്ചതുപോലെ ആയിരിക്കുന്നു, മരിച്ചു എന്ന് മാത്രം സർട്ടിഫിക്കറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഡോക്ടർ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രമാത്രം പ്രോബ്ലത്തിലൂടെയായിരുന്നു ആ കടന്നുപോക്കൽ. അങ്ങനെ ഈ കൃപാസനത്തിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ദൈവാനുഗ്രഹം അന്ന് ഞാൻ മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഞാൻ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് അവിടെയുള്ളവരോട് അന്വേഷിച്ച് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ബെറ്റി എന്നൊരു സഹോദരിയും അവളുടെ ഭർത്താവും കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുക്കാനായി ഞങ്ങൾ പരിശ്രമിച്ചു. ഉടമ്പടിക്ക് വേണ്ടി ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ വളരെ ആവേശത്തോടെ കൊടുത്തു. ഒരു ടോക്കണെല്ലാം കയ്യിൽ തന്നെങ്കിൽ പോലും തിരിച്ചവർ ചോദിച്ചു, അതിങ്ങനെ തരൂ, ചേട്ടന് ഉടമ്പടി എടുക്കാനുള്ള സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തരില്ല, എൻ്റെ മകൻ മരണവുമായിട്ട് മല്ലടിക്കുകയാണ് ഹോസ്പിറ്റലിൽ, അതുകൊണ്ട് ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കതിന് കഴിയില്ല, നിങ്ങൾക്ക് ഏജ് എത്രയായോ, പ്രായം എന്തുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 70 വയസ്സായെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞു. ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമാണ് ഉടമ്പടി എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. കാരണം ഇവിടുത്തെ ആവശ്യം അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു ഓടി വന്നു. ഇപ്പോൾ ഞാൻ പറയുന്നേക്കാൾ ഉപരി ആ കൗണ്ടറിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് യാചിച്ചത്. അവൻ്റെ ജീവൻ കിട്ടണം മാതാവിൻ്റെ അടുത്ത്, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, സാധിക്കില്ല, നിയമം അനുവദിക്കുന്നില്ല, നിങ്ങൾ മാറിയെന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. ഏതൊരു സെക്യൂരിറ്റി വന്ന് പറഞ്ഞു, നിയമം എല്ലാവർക്കും ബാധ്യതയല്ലേ, നമുക്ക് മാറിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മാറില്ല, എന്നെ കൊന്നാലും മാറില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ ടോക്കൺ സ്പെഷ്യൽ എന്തോ ഒരു സീലടിച്ച് എനിക്ക് തന്നു.
ഏതോ ഒരു പ്രേക്ഷിതൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കണ്ണുനീര് മതി, അവിടെ മാതാവ് ഇടപെടും എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിച്ചു, ഈ കണ്ണുനീര് മതിയോ? ഈ കണ്ണുനീര് മതി, ഇത് സഞ്ചാരിയായ മാതാവാണ്, അവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു. എന്തുകൊട്ടെ ഞാനത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഉടമ്പടിക്കുള്ള ടോക്കൺ കിട്ടി ഞാൻ അങ്ങോട്ട് മാറിയെന്ന്. ഇസ്രായേലിൽ നിന്ന് വന്ന എൻ്റെ മകളെ ഞാൻ വിവരം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു, മോളെ ഞാനിവിടെ എത്തി, ഉടമ്പടി കിട്ടി, പക്ഷേ അത് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടി, ഒരുപാട് തല്ലിപ്പിടുത്തം ഉണ്ടാക്കിയിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞ്. എന്താണ് കാരണം? അത് 70 വയസ്സ് കഴിഞ്ഞതാണ് പ്രശ്നം എന്ന്. അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു, ചേട്ടന് രോഗങ്ങളില്ലേ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് രോഗങ്ങളുണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഹെൽത്ത് എനിക്കുണ്ട്, അങ്ങനെയെങ്കിൽ ഉപവസിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഉടമ്പടി തന്നത്. അത് ഞാൻ അവരോട് മോളോട് പങ്കുവെച്ചു, വളരെ ബുദ്ധിമുട്ടി കിട്ടി എന്ന് പറഞ്ഞ്. ആ ഉടമ്പടി എടുത്ത് അപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, ഇപ്പോഴാണ് ഞാൻ ICUയിൽ കയറി അവിടെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ ആ ഭർത്താവ് എന്നെ 2 കണ്ണുകൾ തുറന്ന് കാണുകയും എൻ്റെ കൈക്ക് പിടിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ മാതാവ്, സഞ്ചാരിയായ മാതാവ്, ഏതൊരു പ്രേക്ഷിതം പറഞ്ഞു, സഞ്ചാരിയായ മാതാവാണ് അവിടെ ഇടപെട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പൂർത്തിയാക്കി. ഇപ്പോൾ ബാക്കി നടന്നത് എന്താണെന്ന് എൻ്റെ മകൾ നിങ്ങളോട് വിശദീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പപ്പ ഉടമ്പടി എടുത്ത തൈലവും കാശുരൂപ രൂപവും എൻ്റെ കയ്യിൽ കൊണ്ടേ തന്നു. ഞാൻ ICUയിൽ കയറുമ്പോഴെല്ലാം ഇച്ചായൻ്റെ തലയിലും കണ്ണിലും ചുണ്ടിലും തൊണ്ടയിലും വയറ്റത്തും കയ്യിലും കാലിലും എല്ലാം ഞാൻ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞിരുന്നത്, ഇച്ചായനെ തിരിച്ച് കിട്ടിയാലും ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല, സംസാരിക്കുമോ എന്നറിയില്ല, കൈകൾ കാലുകൾ അനക്കുമോ എന്നറിയില്ല, നമുക്ക് തിരിച്ച് പഴയ രൂപത്തിൽ കിട്ടുമോ എന്നറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ഡോക്ടർ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഇച്ചായൻ്റെ. ഡോക്ടർ ഓരോ ദിവസവും എന്നോട് പറയും, സംസാരിക്കില്ലെന്ന് പറയുന്ന ദിവസം ഞാൻ ഇച്ചായൻ്റെ ചുണ്ടിൽ തൈലം പുരട്ടി കൊടുക്കും, കൈകൾ അനക്കൂല എന്ന് പറയുന്ന സമയത്ത് കൈകളിൽ ഞാൻ പുരട്ടി കൊടുക്കും. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞിട്ട് പോകുമോ 5 മിനിറ്റിനുള്ളിൽ ഞാനിത് പുരട്ടി 5-10 മിനിറ്റിനുള്ളിൽ ഇച്ചായൻ ആ ഡോക്ടർ അനക്കൂല എന്ന് പറഞ്ഞാൽ കൈകൾ അനക്കുകയും കാലുകൾ അനക്കുകയും അതുപോലെ തന്നെ ട്രക്യാസ്റ്റമി ചെയ്തായിരുന്നു ICUയിൽ കിടക്കുന്നത്. വെന്റിലേറ്റർ 7ാമത്തെ ദിവസം തന്നെ ഊരി. കാരണം ഞാൻ വെന്റിലേറ്ററിൻ്റെ അവിടെ നമ്മുടെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചു. കാരണം മാതാവ് വേണം ഇവിടെ നിന്ന് എൻ്റെ ഇച്ചായനെ ശുശ്രൂഷിക്കാൻ. കാരണം നമ്മൾ ആരും നിർവഹിച്ചാൽ നമ്മുടെ കയ്യിലൊന്നുമല്ല, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അത് കാരണം ആ കാശ് രൂപ ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു, മാതാവിന് മാത്രമേ ഞങ്ങളുടെ ഇച്ചായനെ തിരിച്ചു തരാൻ പറ്റുള്ളൂ, 3 കുട്ടികളുടെ അപ്പനുമാണ്. മാതാവ് ആ ഉണ്ണീശോട് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 7ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞത് 6 മുതൽ 12 16 ആഴ്ചയാണ് വെന്റിലേറ്റർ മാത്രം പറഞ്ഞത്. ആ സ്ഥാനത്ത് 7ാമത്തെ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് ആ വെന്റിലേറ്റർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇച്ചായൻ കൈയും കാലുകൾ അനക്കുവാനും, ആദ്യമൊക്കെ ബെഡ്ഷീറ്റോട് കൂടിയിട്ടാണ് കസേരയിലെടുത്ത് പൊക്കുന്നത്. പക്ഷേ ഞാൻ ആ ICUയിൽ ഇരുന്ന് മാതാവിൻ്റെ ആ വിശുദ്ധ തൈലം പുരട്ടുന്ന സമയത്ത് തന്നെ കൈകളും കാലുകളും ശരിക്കും നമ്മുടെ കൺമുമ്പിൽ നമ്മളങ്ങ് അത്ഭുതമാണ്. നേഴ്സുമാർ പോലും അവിടെ നിന്ന് കരയുകയാണ്. കാരണം അത്രയും അത്ഭുതത്തോടു കൂടി അതെല്ലാം മാറുകയും, ട്രക്യാസ്റ്റമി ഉള്ളത് കാരണം ഡോക്ടർ പറഞ്ഞു സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതുപോലും കാണിക്കുന്നില്ല, എന്നാലും നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ തൊണ്ടയിലും ചുണ്ടിലും പുരട്ടിക്കൊടുത്തത് മൂലം ഒരു ദിവസം ഞാൻ ICUയിൽ ചെല്ലുന്ന സമയത്ത് ഇച്ചായൻ എനിക്ക് ഉമ്മ തരികയും അത് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നു. ആ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ട്രക്യാസ്റ്റമി ക്ലോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം 3 ആഴ്ചയോളം ICUയിൽ കണ്ടിന്യൂ ചെയ്തു. ആ ഓരോ ദിവസവും ആ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫ് ഉൾപ്പെടെ നമ്മുടെ കൃപാസന മാതാവിൻ്റെ അത്ഭുതം കാണുവാനായിട്ട്, കാരണം നമ്മൾ പരസ്യമായിട്ടാണ് ഈ മാതാവിൻ്റെ ഈ വിശുദ്ധ തൈലം നമ്മൾ പുരട്ടി പ്രാർത്ഥിക്കുന്നത്. അതും വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അവിടെ നാണക്കേടോ ഒന്നുമല്ല, നമുക്ക് മാതാവിൻ്റെ അത്ഭുതം നമുക്ക് കാണണം. എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. എല്ലാവരും എന്നെ ഇച്ചായൻ്റെ മരണത്തിന് വേണ്ടി എന്നെ ഒരുക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മാതാവിൽ എനിക്ക് പൂർണ്ണ
വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 3-ാമത്തെ ആഴ്ചയിൽ ഇച്ചായനെ ICUയിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ആ റൂമിലോട്ട് മാറ്റിയ സമയത്ത് ഇച്ചായൻ്റെ കൈക്കും കാലിനൊന്നും ബലം ഒന്നുമില്ല. നമ്മൾ എടുത്ത് വേണം നമ്മൾ സ്ട്രെച്ചറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ. പക്ഷേ ആ റൂമിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചെന്നാൽ ICUയിൽ നിന്ന് ആ മാതാവിൻ്റെ ആ കാശ് രൂപം എടുത്തുകൊണ്ട് വന്ന് റൂമിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചു. വിശുദ്ധ തൈലം ഞാൻ ആ റൂമിൻ്റെ കട്ടളപാതിലയിൽ ഞാൻ കുരിശാകൃതിയിൽ വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവാണ് ഇവിടെ നമുക്ക് കാവൽ വേണ്ടത്, ICUയിലെ പോലെ തന്നെ ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കണമെന്ന്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇച്ചായൻ നടന്ന്, ഇപ്പോൾ ഈ നിൽക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഇച്ചായൻ സെബാസ്റ്റ്യൻ എന്നാണ് പേര്. നടന്ന് ഓരോ കാര്യങ്ങളും സെൽഫായിട്ട്, ടോയ്ലറ്റിലെ കാര്യവും സെൽഫായിട്ട് ഓരോ കാര്യവും ചെയ്യാനുള്ള പൂർണ്ണ ആരോഗ്യത്തോടെ, നല്ല ഓർമ്മശക്തിയോടെ. ഞാൻ ചോദിച്ചു, 4-ാമത്തെ ദിവസം 29-ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ വീട്ടിൽ പോയിട്ട് ഇനി വല്ല ഫിസിയോയോ എന്തെങ്കിലും ചെയ്യണോ? ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ ഒരാവശ്യവുമില്ല, കൈക്കും കാലിനും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ദൈവം നമുക്ക് നിൻ്റെ ഹസ്ബൻഡിനെ തന്നിരിക്കുന്നത്. അതിനെല്ലാം നമ്മുടെ ഈ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കുടുംബം മുഴുവനും. കാരണം ആ വിശുദ്ധ തൈലം നമുക്ക് അത്രയും അത്ഭുതമാണ്. അത് മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് അവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു പോണ 5-10 മിനിറ്റിനുള്ളിൽ നമ്മളത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് ആ അത്ഭുതം കാണുവാൻ സാധിച്ചു. ഇവിടുന്ന് നമ്മൾക്ക് കിട്ടിയ ആ പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാ ഒരു പത്രമല്ല, അതിന് അത്രയും വിശുദ്ധമാണ്. ആ പത്രം കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻറ്റിൻ്റെയും കയ്യിൽ കൊടുത്തു. അതിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ ആൾക്കാർക്ക് ബെറ്ററായിട്ട് ഓരോ ദിവസവും ഓരോ ബൈസ്റ്റാൻഡർമാരും വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പേഷ്യൻറ്റിനെ ഇന്ന് ഇമ്പ്രൂവ് ആയി കേട്ടോ, ഞങ്ങളുടെ ഡോക്ടർ ഇന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു. അത് എൻ്റെ ഇച്ചായന് മാത്രമല്ല, ഈ പപ്പ ഉടമ്പടി എടുത്തത് മൂലം അനുഗ്രഹം ലഭിച്ചത്. ആ ഹോസ്പിറ്റലിൽ വേറെയും പേഷ്യൻറ്റിന് നമ്മൾ ആ കൊടുത്ത പത്രം മൂലം ഒരുപാട് പേഷ്യൻറ്റിന് ഒക്കെ ഇമ്പ്രൂവ് ആകുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചായനെ ഇപ്പോൾ ഒരു മാസത്തെ ഒരു ഗുളിക തന്നുവിട്ടു എന്നല്ലാതെ ഒരു ഫിസിയോയോ വേറെ ഒരു ട്രീറ്റ്മെൻറ്റോ ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. അത്രയും അത്ഭുതമാണ് ഈ മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. മാതാവിന് 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും മുന്നേ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുർബാന എന്നും കൈക്കൊള്ളണം, എന്നും കുർബാനയ്ക്ക് കൂടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് നമുക്ക് പള്ളിയിൽ നേരിൽ പോയി കൂടാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം പള്ളിയിൽ നേരിൽ തന്നെ പോയി നമ്മൾ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ICUയിലും റൂമിലുമായി ഇച്ചായൻ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൊക്കെ ഇരുന്ന് യൂട്യൂബിലൂടെ കുർബാന കൂടുകയും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം പങ്കെടുത്തു. റൂമിൽ വന്ന സമയത്ത് ഇച്ചായൻ യൂട്യൂബിലൂടെ സ്പീക്കറിലിട്ടിട്ട് അന്നേരം ഇച്ചായനെ കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇച്ചായന് നല്ല ഓർമ്മയും കാര്യങ്ങളും കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തർക്കും പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കഴിയുന്നത് പോലെ ചെറിയ രീതിയിൽ സഹായിക്കുക, നമ്മൾ തിരികൾ കത്തിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ഇതൊക്കെയാണ് കൊന്ത ചെല്ലുക, ഇതൊക്കെയാണ് ഞങ്ങൾ ദിവസവും ചെയ്തു പോന്നിരുന്നത്. പ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ ആ ടൈം വെച്ചല്ല ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ട്, നമ്മൾക്ക് പറ്റുന്ന സമയത്തല്ല നമ്മൾ ബൈബിൾ വായിക്കുകയും ഇനി വായിക്കാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങളത് സ്പീക്കറിലിട്ട് കേൾക്കുകയും ചെയ്യുമായിരുന്നു. റൂമിൽ നമ്മൾ മാതാവിൻ്റെ കൊന്ത വയ്ക്കുകയും മാതാവിനോടുള്ള പാട്ടുകൾ വയ്ക്കുകയും അങ്ങനെ ഞങ്ങളുടെ റൂമെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞെന്ന മാതാവിൻ്റെ ഒരു പ്രാർത്ഥനാലയം പോലെയാണ് ഞങ്ങളുടെ റൂമിൽ ഞാനും ഇച്ചായനും കഴിഞ്ഞ ആ ഒരാഴ്ച കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൻ്റെ റൂമിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് മാതാവ് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നത്.